بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, മറ്റെന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, അടിമത്തം ഇസ്ലാമിക സ്ട്രാറ്റജി കൃത്യമാണ് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി അല്പം ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അടിമത്തം ഇസ്ലാം കൊണ്ടുവന്നതാണോ? അല്ല, അടിമത്തം ഒരിക്കലും ഇസ്ലാം കൊണ്ടുവന്നതല്ല. ഇസ്ലാം അടിമമോചനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും അടിമത്തത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. മറിച്ച് അടിമത്തത്തെ ഇസ്ലാം അടിമകൾക്കിടയിൽ തന്നെ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാനാണ് ഇസ്ലാം ശ്രമിച്ചിട്ടുള്ളത്. ഇസ്ലാം അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന പലരും ഇസ്ലാമിനെ തെറ്റായി ചിത്രീകരിക്കാറുണ്ട്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പ്രധാന ആശയങ്ങളിൽ ഒന്നാണ് അടിമമോചനം എന്നത്. മലമ്പാത താണ്ടിക്കടക്കാതെ നിനക്ക് സ്വർഗത്തിലെത്തിച്ചേരാൻ സാധിക്കുകയില്ല എന്നാണ് അല്ലാഹു തആല ഖുർആനിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്താണ് മലമ്പാത? അടിമമോചനമാണ്. അടിമമോചനമാണ് മലമ്പാത എന്നത്. ഇസ്ലാം കൊണ്ടുവന്ന ആശയമല്ലാത്ത ഒന്നാണ് അടിമ എന്നത്. ഇതിനെ ഇസ്ലാം ഈ ലോകത്തു നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി ഒരുപാട് മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായ ഒന്നാണ് ഇസ്ലാം അടിമമോചനത്തിന് വലിയ പ്രതിഫലം വെച്ചു എന്നത്. രണ്ടാമതായി പറയുന്നത്, ഇസ്ലാമിൽ ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്താൽ അതിന് പ്രായശ്ചിത്തമായിട്ട് ഇസ്ലാം വെക്കുന്നത് അടിമമോചനമാണ്. മറ്റു മാർഗങ്ങളൊക്കെ സ്വീകരിക്കാമായിരുന്നു, പക്ഷേ ഇവിടെ അടിമമോചനത്തിനാണ് ഇസ്ലാം പ്രാധാന്യം നൽകിയിട്ടുള്ളത്. മൂന്നാമതായി മുമ്പോട്ട് വെക്കുന്ന കാര്യം മുക്കാത്തബ. അടിമകൾക്ക് സ്വയം മോചിതരാകാനുള്ള ഒരു കടമ്പയാണ് ഇത്. ഈ കരാറിൽ ഒപ്പുവെച്ചാൽ ഇതിൽ നിന്നും ഒരിക്കലും പിന്മാറാൻ പറ്റുകയില്ല. അടിമകൾക്ക് മോചിതനാകാനുള്ള സമ്പത്ത് ഇല്ലാത്ത സാഹചര്യത്തിൽ സക്കാത്തിൽ നിന്നും അവർക്ക് ഓഹരി വെച്ചിട്ടുണ്ട്. ഭരണാധികാരികൾ ഇവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 18-ാം നൂറ്റാണ്ടിലാണ് ബ്രിട്ടൻ പോലും ഈ ഒരു ചിന്തയിലേക്ക് കടന്നു വരുന്നത്. ഇത് ഇസ്ലാം മുന്നോട്ട് വെച്ച ഒരു പ്രധാന ആശയമാണ്. നാലാമതായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം എന്നത് ഉമ്മുവലത്. ജാഹിലിയ കാലഘട്ടത്തിൽ അടിമകളെ അവരുടെ തൊഴിൽ ഭാരം മാത്രമായിരുന്നില്ല അവർക്കുണ്ടായിരുന്നത്. അവരെ ലൈംഗിക തൊഴിലിന് വരെ അവരെ ഉപയോഗിച്ചിരുന്നു എന്നതാണ്. ഈ ഒരു സമ്പ്രദായം മാറ്റി യജമാനന് മാത്രം ലൈംഗികമായി ഉപയോഗിക്കാം, അല്ലെങ്കിൽ വിവാഹം ചെയ്തു കൊടുക്കണം, ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെ ഒരു തലമുറ തന്നെ അടിമമോചനത്തിലേക്ക് എത്തുകയാണ്. ഇസ്ലാം അടിമമോചനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പലരും തെറ്റായി ചിത്രീകരിക്കുന്നത് അടിമമോചനത്തിനെ പൂർണ്ണമായും നിരോധിക്കുന്നില്ല, പൂർണ്ണമായും ഒറ്റ ഘട്ടമായിട്ട് നിരോധിക്കുന്നില്ല എന്നതാണ്. യുദ്ധത്തിലൂടെ പിടിച്ചെടുക്കുന്ന ബന്ദികൾ മാത്രമാണ് അടിമയാകാനുള്ള മാർഗം. അവർക്കും മോചിതരാകാൻ വ്യത്യസ്ത മാർഗങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. എക്സ്ചേഞ്ച് ചെയ്യുന്നതിലൂടെയും അവരെ വെറുതെ വിടുന്നതിലൂടെയും മോചനദ്രവ്യം നൽകുന്നതിലൂടെയും ഒക്കെ അവർക്ക് മോചിതരാകാനുള്ള മാർഗം ഇസ്ലാം വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിമകളോട് എങ്ങനെ പെരുമാറണമെന്നാണ് പഠിപ്പിക്കുന്നത്. അവരെ അടിമ എന്ന് പോലും വിളിക്കരുത്, മറിച്ച് ഫതായ, ഫതാത്തി, എന്റെ കൂട്ടുകാര, എന്റെ കൂട്ടുകാരി എന്നാണ് അവരെ വിളിക്കേണ്ടത്. അടിമ എന്നവരെ വിളിക്കരുത്. അത് അവർക്ക് മോശമായ രീതിയിൽ, അവരെ താഴ്ത്തുന്ന രീതിയിൽ അവരെ തോന്നിപ്പിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന ഘട്ടത്തിൽ പോലും പറഞ്ഞിട്ടുള്ളത് എന്താണ്? അസ്സലാ വഫീ മലക്കത്ത് ഐമാനിക്കും ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, അടിമകളുടെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് അവിടുന്ന് കൽപ്പിച്ചിട്ടുള്ളത്. എബ്രഹാം ലിങ്കന്റെ കാലത്ത് അദ്ദേഹം ഒരൊറ്റ ഘട്ടം വന്നുകൊണ്ട് അദ്ദേഹം അടിമത്തം നിരോധിക്കുകയാണ്. ഇതിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ, അടിമയായ ലക്ഷക്കണക്കിന് ആളുകൾ
ഭക്ഷണം ലഭിക്കാതെ അവർ മരണപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒറ്റഘട്ടത്തിൽ അടിമ നിരോധിക്കുന്നതിനെ കൊണ്ട് ഉണ്ടായ ഒരു കാരണം ആണ് ഇസ്ലാം ഈ ഒരു മേഖലയെ പൂർണ്ണമായും നിരോധിക്കുകയാണ്. അടിമകൾക്ക് അവരുടെ ഇടയിൽ തന്നെ ഒരു മാനവികത ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ് ഇസ്ലാം അടിമത്തത്തെ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വേദിയിൽ തുടരുന്നു തെളിയുന്നു അക്ഷരം